ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സിലെ സ്ട്രൈറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് എന്ന പേരിൽ സ്ട്രൈറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയും പ്രോബ്ലംസും 4 എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് കാണുക. പ്ലേലിസ്റ്റിൽ തപ്പിയാൽ അത് തീർച്ചയായിട്ടും കിട്ടും. അത് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. കാരണം ഇവിടെ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. തിയറി ഒരുപാട് പറയത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. 2020 മാർച്ചിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് 6 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്. അതൊരൊറ്റ ക്വസ്റ്റ്യൻ ആണ്, എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ പല സ്ഥലത്ത് പല രീതിയിൽ പഠിച്ച കാര്യങ്ങളെല്ലാം അറിയണം. അതാണ് സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ഒരു പ്രത്യേകത. ഏതെങ്കിലും ഒരു പ്രോബ്ലം അല്ല, 2-3 പ്രോബ്ലം പരസ്പരം കണക്ട് ചെയ്താണ് ചോദിക്കുന്നത്. തൊട്ട് മേളത്തെ സ്റ്റെപ്പ് കറക്റ്റ് ആയാൽ മാത്രമേ താഴത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണ് ഈ 2020 മാർച്ചിലും ചോദിച്ചത്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് 2019ലും 2018ലും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്റർ പ്രത്യേകിച്ച് ഈ എക്സാമിനേഷൻ സ്പെഷ്യൽ എപ്പിസോഡ് തീർച്ചയായും കാണുക. കാരണം നമ്മൾ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ പല സ്ഥലത്തായിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഒരു പ്രോബ്ലത്തിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2020 മാർച്ചിൽ ചോദിച്ചത് നോക്കിക്കോളൂ. കൺസിഡർ ദ ഡയഗ്രാം. ഈ ഡയഗ്രാം കൺസിഡർ ചെയ്യുക. Then answer the following questions. First one, find equation of the line passing through the midpoint of AB and perpendicular to AB. Second one, find a point C on x-axis which is equidistant from A and B. Third one, find area of triangle ABC. കണ്ടായിരുന്നോ? പല സ്ഥലത്ത് ടെക്സ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് കാണണം? ഈ എ ബി എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. ആ ലൈൻ എവിടെ കൂടെ പാസ് ചെയ്യണം? എ ബിയുടെ മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഈ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് കണ്ടെത്തണം. ആ പോയിന്റ് എന്താണ്? എയിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഡിസ്റ്റൻസും ബിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഡിസ്റ്റൻസും ഈക്വൽ ആകണം. ആ രീതിയിൽ എക്സ് ആക്സിൽ ഒരു പോയിന്റ് കാണണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളൊരു പോയിന്റ് കണ്ടല്ലോ, ആ പോയിന്റ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിനൊരു ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്യാം. ട്രയാങ്കിൾ ABC കിട്ടും. അതിന്റെ ഏരിയ കാണണം. അല്ലേ? പരസ്പരം കണക്റ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. സോ 1 by 1 ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പാർട്ട് എടുക്കുന്നു. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് AB. അപ്പൊ ആദ്യം ABയുടെ മിഡ് പോയിന്റ് കാണുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് മിഡ് പോയിന്റ് കാണുന്ന ഫോർമുല. 2 പോയിന്റ് തന്നാൽ മിഡ് പോയിന്റ് കാണുന്ന ഫോർമുല എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. x1 + x2/2, y1 + y2/2. ഇതാണ് 2 പോയിന്റ് തന്നാൽ മിഡ് പോയിന്റ് കാണുന്ന ഫോർമുല. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ മിഡ് പോയിന്റ് എന്താണ്? എയും ബിയും തന്നിട്ടില്ലേ? എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. 2 + 4 എന്താണ്? 6. അതിന്റെ പകുതി 6/2 എന്താണ്? 3. ഒറ്റ സ്റ്റെപ്പ് എഴുതാമല്ലോ. നെക്സ്റ്റ്, y കോർഡിനേറ്റ് ആഡ് ചെയ്യുക, then dividing by 2. y കോർഡിനേറ്റ് 3 + 1 4. അതിന്റെ പകുതി 2. സോ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ത് കിട്ടി? 3,2. നെക്സ്റ്റ്, വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് പാസിംഗ് ത്രൂ ദിസ് മിഡ് പോയിന്റ്. ഈ മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈന്റെ ഇക്വേഷൻ കാണണം. ഈ ലൈന്റെ ഇക്വേഷൻ കാണണം. അത് ഞാൻ L എന്ന് വെറുതെ കൊടുക്കാം. ഈ L എന്ന് പറയുന്ന ലൈന്റെ ഇക്വേഷൻ കാണണം. ഇപ്പോൾ ഈ L എന്ന് പറയുന്ന ലൈനിന്റെ ഒരു പോയിന്റ് നമുക്കറിയാം. ഒരു പോയിന്റ് അറിയാം. ഇനി എന്തറിഞ്ഞാൽ മതി? ഈ ലൈനിന്റെ സ്ലോപ്പ് അറിഞ്ഞാൽ ലൈനിന്റെ ഇക്വേഷൻ കാണാം. ഒരു ലൈനിന്റെ സ്ലോപ്പും അതിലെ ഒരു പോയിന്റ് അറിയാമെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല പോയിന്റ് സ്ലോപ്പ് ഫോം y - y1 = m × x - x1. അപ്പോൾ നമുക്കിനി എന്ത് കാണണം? സ്ലോപ്പ് ഓഫ് ദ ലൈൻ L കാണണം. അതിനുവേണ്ടി ആദ്യം സ്ലോപ്പ് ഓഫ് എ ബി കാണുക. 2 പോയിന്റ് തന്നിരുന്നാൽ സ്ലോപ്പ് കാണാൻ നിങ്ങൾക്കറിയാം. സോ അതാണ് അടുത്ത് കാണുന്നത്. സ്ലോപ്പ് ഓഫ് എ ബി = ഫോർമുല നിങ്ങൾ പറയും y2 - y1 / x2 - x1. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്, മനസ്സിലുണ്ടാകണം. ഓക്കെ, സോ സ്ലോപ്പ് ഓഫ് എ ബി കാണുന്ന ഫോർമുല y2 - y1 / x2 - x1 = എന്ത് കിട്ടും? വീണ്ടും എയും ബിയും 2 പോയിന്റ്. ഇതാണ് x1 y1, ഇതാണ് x2 y2. y2 - y1 1 - 3 എന്ത് കിട്ടും? -2 ഡിവൈഡഡ് ബൈ x2 - x1 4 - 2 എന്ത് കിട്ടി? 2 = എന്താണ്? -1. സോ സ്ലോപ്പ് ഓഫ് എ ബി എന്ത് കിട്ടി? -1.
we have to find slope of this perpendicular line. AB ക്ക് perpendicular ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് ആണ് കാണേണ്ടത്. So slope of perpendicular line to AB, ഒരു ലൈനിന്റെ സ്ലോപ്പ് m, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കാണുന്ന ഫോർമുല -1/m. ഒരു ലൈനിന്റെ സ്ലോപ്പ് m എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കാണുന്ന ഫോർമുല എന്താണ്? -1/m. റീസൺ നിങ്ങൾക്കറിയാം, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 × m2 പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഈക്വൽ ടു -1. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോർമുലയാണത്. ഓക്കെ, വിഷയമില്ല. സോ സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ ടു AB ഈക്വൽ ടു -1 സ്ലോപ്പ് ഓഫ് ദ ലൈൻ AB. സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്തായിരുന്നു? -1 ഈക്വൽ ടു എന്ത് കിട്ടി? 1. അതായത് നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് 1. ഇപ്പോൾ കാണേണ്ട ലൈനിന്റെ സ്ലോപ്പും കിട്ടി, കാണേണ്ട ലൈനിലെ ഒരു പോയിന്റും കിട്ടി. ഈ പോയിന്റ് ആണ് ഏത്? 3,2. ഇതിന്റെ സ്ലോപ്പ് എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. സോ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ, ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല ആദ്യം എഴുതാം. y - y1 ഈക്വൽ ടു m × സ്ലോപ്പ് × x - x1. എന്താണ് പോയിന്റ്? x1 എന്ന് പറഞ്ഞാൽ 3, y1 എന്ന് പറഞ്ഞാൽ 2. സോ y - y1 എന്താണ്? 2 equal to m × സ്ലോപ്പ് എന്തായിരുന്നു? 1 × x - x1. x1 എന്ന് പറഞ്ഞാൽ 3. കഴിഞ്ഞു. ഇത് എല്ലാം സിംപ്ലിഫൈ ചെയ്ത് x y കോൺസ്റ്റന്റ് എന്ന ഫോമിൽ എഴുതിയാൽ മതി. 1 × x എന്താണ്? x. നെക്സ്റ്റ് പ്ലസ് y റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ -y. നെക്സ്റ്റ് ഇവിടെ എന്തുണ്ട്? -3. ഇത് അപ്പുറത്ത് പോകുമ്പോൾ +2. -3 + 2 എന്ത് കിട്ടും? -1 ഈക്വൽ ടു 0. which is the equation of the line which is perpendicular to AB. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇവിടെ ആദ്യം മിഡ് പോയിന്റ് കണ്ടു, പിന്നെ എന്ത് കണ്ടു? സ്ലോപ്പ് ഓഫ് AB കണ്ടു, പിന്നെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അതായത് നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് കണ്ടു. അത് കാണുന്ന ഫോർമുല പിടിയിട്ടല്ലോ, -1/m. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. 2019ലും ഇതിന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് എ പോയിന്റ് C on x axis which is equidistant from A and B. We have to find a point on x-axis. x-axisലെ ഒരു പോയിന്റ് കണ്ടെത്തണം. ആ പോയിന്റ് എന്താണ്? C എന്ന് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. അതായത് ഇതിന്റെ x കോർഡിനേറ്റും y കോർഡിനേറ്റും കണ്ടെത്തണം. ഒരു പോയിന്റ് x ആക്സിസിലാണെങ്കിൽ ആ പോയിന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു പോയിന്റ് x ആക്സിസിലാണെങ്കിൽ അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0. x കോർഡിനേറ്റ് നമുക്ക് അറിയത്തില്ല, അതെന്തിരിക്കട്ടെ? x. സോ C എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? x, 0 എന്ന് ചൂസ് ചെയ്തു. ആ പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. വി ഹാവ് ടു ഫൈൻഡ് എ പോയിന്റ് C on x axis. അറ്റ് ദ സെയിം ടൈം AB ഈക്വൽ ടു എന്തായിരിക്കണം? BC. സോ ആദ്യം സെക്കൻഡ് പാർട്ട് ചെയ്യാൻ വേണ്ടി ലെറ്റ് CB, ആ പോയിന്റ് എന്തിരിക്കട്ടെ? x, 0. എന്തുകൊണ്ട് എന്ന് മനസ്സിലായല്ലോ. ആ പോയിന്റ് x ആക്സിസിലായതുകൊണ്ട് y കോർഡിനേറ്റ് 0. x കോർഡിനേറ്റ് അറിയത്തില്ല, അതെന്തിരിക്കട്ടെ? x. അത് കണ്ടാൽ ഈ ആൻസർ ആയി. ഓക്കെ, ലെറ്റ് CB x, 0 ഗിവൺ തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കണേ? എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ. AC ഈക്വൽ ടു BC. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? AC കാണണം. രണ്ട് പോയിന്റ് അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല അറിയത്തില്ലേ? √x1 - x2 the whole square plus y1 - y2 the whole square. അത് അപ്ലൈ ചെയ്യുമ്പോൾ AC കിട്ടും. √AC, A in C ആണ്. x1 - x2 the whole square. x കോർഡിനേറ്റ് കുറയ്ക്കുക, സ്ക്വയർ ചെയ്യുക. x - 2 the whole square plus y കോർഡിനേറ്റ് കുറയ്ക്കുക, സ്ക്വയർ ചെയ്യുക. 0 - 3 - 3 അതിന്റെ സ്ക്വയർ 9. ജസ്റ്റ് 9 എന്ന് എഴുതിയാൽ മതി. ഈക്വൽ ടു BC. അഗൈൻ എന്താണ്? BC ഡിസ്റ്റൻസ് കാണണം. പറഞ്ഞോളൂ. √x കോർഡിനേറ്റ് കുറയ്ക്കുക, x - 4 the whole square plus y കോർഡിനേറ്റ് കുറയ്ക്കുക, 0 - 1 - 1 അതിന്റെ സ്ക്വയർ, that is 1. ഫോർമുല പിടിയിട്ടില്ലേ? √x1 - x2 the whole square plus y1 - y2 the whole square. അത് അപ്ലൈ ചെയ്ത് കണ്ടു. നെക്സ്റ്റ് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ റൂട്ട് പോയാൽ ബാക്കി എന്തുണ്ട്? x - 2 the whole square plus 9 ഈക്വൽ ടു ഇവിടെയും സ്ക്വയർ ചെയ്യണം. അപ്പൊ എന്തുവരും? ആ റൂട്ട് ക്യാൻസൽ ആയി പോകും. x - 4 the whole square plus 1. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് ചെയ്തപ്പോൾ ഈ സ്റ്റെപ്പ് കിട്ടി. ഈ നെക്സ്റ്റ് സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ, a - b the whole square എക്സ്പാൻഡ് ചെയ്യുക, x square - 4x plus 4. നെക്സ്റ്റ് പ്ലസ് എന്തുണ്ട്? 9 ഈക്വൽ ടു ഇവിടെ അതേപോലെ a - b the whole square x square - 8x plus 16 plus എന്താണ്? 1.
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ, രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. രണ്ട് സൈഡ് ഒരേ ടേം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകും, അറിയാം. നെക്സ്റ്റ് മൈനസ് 8x ഇപ്പുറത്ത് എടുക്കുമ്പോൾ പ്ലസ് 8x, 8x 4x കുറച്ചാൽ 4x ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ല, റൈറ്റ് ഹാൻഡ് സൈഡ് പോട്ടെ. ഇവിടെ 9 + 4 13, അപ്പുറത്ത് വരുമ്പോൾ മൈനസ് 13. ഇവിടെ 17 ഉണ്ട്, 17 ൽ നിന്ന് 13 കുറച്ചാൽ 13 കുറച്ചാൽ 4. സോ x ഈക്വൽ ടു എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. Therefore, the point C is എന്താണ് അസ്യൂം ചെയ്തത്? x, 0. That means ഈ പോയിന്റ് എന്താണ്? 1, 0. അതായത് 1, 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ 1, 0 നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വേണമെങ്കിൽ ചെക്ക് ചെയ്തു. നെക്സ്റ്റ് തേർഡ് പാർട്ട്, ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. C എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു? 1, 0. ഇവിടെയുള്ള വിഷയം മനസ്സിലായോ? ആ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കുക എങ്കിൽ തേർഡ് പാർട്ടും ചെയ്യാൻ പറ്റൂല. തേർഡ് പാർട്ട് കാണാനുള്ള ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷേ ഈ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് പാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിന്റെ പ്രത്യേകത. എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ പ്രോബ്ലംസ് കൃത്യമായി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതൊരു വിഷയമുള്ളതല്ല. അപ്പൊ നമുക്ക് സി കിട്ടി. 3 വെർട്ടിസസ് അറിയാം. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് അറിയാമെങ്കിൽ ഏരിയ ഈക്വൽ ടു ഒരു ലെങ്തി ഫോർമുല, half into x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. സെക്കൻഡ് ഇയറിൽ ഡിറ്റർമിനൻസ് എന്ന ഭാഷ ഉപയോഗിച്ച് ഏരിയ കാണുന്ന ഒരു ഫോർമുല പഠിച്ചു. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് കോളം x1 x2 x3 y1 y2 y3 1 1 1. അത് എക്സ്പാൻഡ് ചെയ്താൽ ഈ ഫോർമുല തന്നെയാണ്, അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഏരിയ കാണുന്നത്. അതിലേക്ക് പോകുന്നില്ല. +1 ൽ പഠിച്ച അതേ ഫോർമുല തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? x1 എന്ന് പറഞ്ഞാൽ 2, y1 x1 എന്ന് പറഞ്ഞാൽ 2, x2 എന്ന് പറഞ്ഞാൽ 4, x3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അതൊന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാതെ പെട്ടെന്ന് ചെയ്യാം. x1 ഇതെന്താണ്? x2 ഇതെന്താണ്? x3. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇതെന്തായിരിക്കും? y1, ഇതെന്തായിരിക്കും? y2, ഇതെന്തായിരിക്കും? y3. പെട്ടെന്ന് എഴുതാൻ വേണ്ടി മാത്രം. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റ് കൊടുക്കുക x1 into y2 minus y3. എന്താണ് x1? ഇതായിരിക്കുന്നു 2 into y2 minus y3. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് ഒറ്റ സ്റ്റെപ്പ് എഴുതിയാൽ മതി. y2 minus y3 അതാണ് ഇങ്ങനെ എഴുതുമ്പോൾ തെറ്റത്തില്ല. y2 minus y3 1 minus 0 എന്ത് തന്നെയാണ്? 1 plus x2 into what is x2? 4 into y3 minus y1, y3 minus y1, y3 0, 0 minus 3 എന്ത് കിട്ടും? -3 plus x3 into x3 എന്താണ്? 1 into y1 minus y2, y1 എന്തായിരുന്നു? 3, 3 minus 1 that is 2. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈക്വൽ ടു 1/2 into അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്ത് തന്നെ ചെയ്യാം. 1/2 into ഇവിടെ എന്ത് കിട്ടും? 2. ഇതെന്താണ്? -12. അവസാനത്തത് +2. എന്ത് കിട്ടി? -8. -8/2 എന്ത് കിട്ടി? -4 എന്ന് കിട്ടി. ശരിയല്ലേ? ഇതെന്താണ്? 12 - 4 അല്ലെ? -12 + 4 -8 എന്ന് കിട്ടും. -8/2 -4. We have to find area. So area equal to, area cannot be negative. -4 എന്നുള്ളത് ഞാൻ എന്ത് എഴുതുന്നു? +4 SQ square units എന്ന് എഴുതിയാൽ കൊള്ളാം. So which is the answer? Very simple. Next 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു 3 പാർട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ചത്. എഴുതിക്കോളൂ. കൺസിഡർ ദ ലൈൻ 3x minus 4y minus 16 equal to 0. Find slope of the line. ഈ ലൈനിന്റെ സ്ലോപ്പ് കാണുക. സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ passing through -1,3 and perpendicular to the above line. Third part, find coordinates of the foot of the perpendicular from the point -1,3 to this line. ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു വരാം. എല്ലാം കൂടെ ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഗിവൺ ലൈൻ തന്നിട്ടുണ്ട്, അതിന്റെ സ്ലോപ്പ് കാണുക. നിങ്ങൾക്കറിയാം ഒരു സ്ട്രൈറ്റ് ലൈൻ ax + by + c = 0 എന്ന ജനറൽ ഫോമിലാണെങ്കിൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല -a/b മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. അതല്ലേ ഫോർമുല? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? പറഞ്ഞോളൂ. മൈനസ് coefficient of x, x ന്റെ coefficient 3 divided by coefficient of y that is -4 അല്ലെങ്കിൽ -a/b എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സോ which is equal to എന്ത് കിട്ടി? 3/4. ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ.
കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തില്ലേ, അതേ പാർട്ട് തന്നെയാണ്. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. അപ്പൊ നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് കാണണം. സോ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? -1/m minus 1 by slope of this line 3/4 is equal to minus 1 by 3/4 എന്ന് പറഞ്ഞാൽ minus 4/3. കിട്ടിയില്ലേ? ഈ ലൈനിന്റെ സ്ലോപ്പ് 3/4 എങ്കിൽ ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? -1 by slope of this line -1/m. അതാണ് ഫോർമുല. -1 by 3/4 that is -4/3. ഇപ്പൊ നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് കിട്ടി. കാണേണ്ട ലൈനിലെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് അറിയാം, സ്ലോപ്പും അറിയാം. ദെൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണുന്ന ഫോർമുല y minus y1 equal to m into slope into x minus x1. So y minus y1 പോയിന്റ് ഇതാണ്, മറന്നുപോയി കേട്ടോ. ഇത് x1, ഇത് y1. y1 എന്താണ്? 3 is equal to m into slope of the നമുക്ക് കാണേണ്ട ലൈൻ, നമുക്ക് കാണേണ്ട സ്ലോപ്പ് എന്താണ്? -4/3 into x minus x1. x1 എന്താണ്? -1. മൈനസ് എന്ത് വരും? +1. ഈ 3 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3y -9 equal to -4 അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്താൽ -4x -4 1 -4 എല്ലാം ഒരു സൈഡ് കൊണ്ടുപോവാം. -4x ഇപ്പുറത്ത് വരുമ്പോൾ +4x. നെക്സ്റ്റ് ഇവിടെ എന്തുണ്ട്? +3y. നെക്സ്റ്റ് എന്താണ്? -4 ഇപ്പുറത്ത് വരുമ്പോൾ +4 -9 +4 that is -5 equal to 0, which is the equation of the line which is perpendicular to this line. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. നെക്സ്റ്റ് തേർഡ് പാർട്ട്, ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ദ foot of the perpendicular from the point -1,3 to the line 3x minus 4y minus 16 equal to 0. എന്താണ്? -1,3 എന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്, അതിനെയാണ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അത് കാണണം. അത് തൽക്കാലം എന്തെന്നിരിക്കട്ടെ? P എന്നിരിക്കട്ടെ. എന്താണ്? -1,3ൽ നിന്ന് ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അല്ലെ? ഈ ലൈൻ ഞാൻ ഈ വരച്ചു. 3x minus 4y minus 16 equal to 0. അതിലേക്ക് ഈ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടെത്തണം. നമുക്കറിയാം ഈ ലൈനിന്റെ ഇക്വേഷൻ, അതല്ലേ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്തത്. -1,3ൽ കൂടി പാസ് ചെയ്യുകയും ഈ ലൈനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നേരത്തെ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്തു. 4x plus 3y minus 5 equal to 0. അപ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ ഇതാണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ ഇതാണ്. വി ഹാവ് ടു ഫൈൻഡ് ദിസ് പോയിന്റ്. രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ? ഈ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു ലൈൻസ്. ഈ രണ്ട് ലൈൻസിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടാൽ മതി. അതായത് ഇവ തമ്മിൽ ജസ്റ്റ് സോൾവ് ചെയ്താൽ നമുക്ക് ഈ പോയിന്റ് P കിട്ടും. അതിനെയാണ് എന്ത് പറയുന്നത്? ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഐഡിയ പിടികിട്ടിയായിരുന്നോ? സോ വി ഹാവ് ടു സോൾവ് ദീസ് ടു ഇക്വേഷൻസ്. ഞാൻ എടുത്തെഴുതുന്നു. 4x plus 3y equal to 5. -5 അപ്പുറത്ത് എഴുതി. അതേപോലെ ഇവിടെ 3x minus 4y equal to 16. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. വി ഹാവ് ടു സോൾവ് ദീസ് ടു ഇക്വേഷൻസ്. ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഒരുപോലെ ആവണം. എക്സ് ഒരുപോലെയാണോ? അല്ല. y ഒരുപോലെയാണോ? അല്ല. ആക്കണം. സോ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 16x. ഇവിടെ 12y equal to 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 20. ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 3 അല്ലെ? അതായത് ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തു? 4. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. 9x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12y equal to, ഞാൻ എന്താ പറഞ്ഞ? രണ്ടാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9x minus 12y 16 into 3 that is 48 എന്ന് കിട്ടും. Now adding these two equations, വേണമെങ്കിൽ 3 ഉം 4 എന്നൊക്കെ കൊടുക്കാം, അതിന്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടും 25x. ഇത് ക്യാൻസൽ ചെയ്ത് പോയില്ലേ? ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടി? 68. സോ x ഈക്വൽ ടു 68/25. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? വാല്യൂ ഓഫ് y. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 implies 3y equal to 5 minus 4x minus 4 into x. x ന്റെ വാല്യൂ എന്തായിരുന്നു? 68/25 equal to, അതായത് 3y equal to 25 into 5 125 minus
68 into 4 60 × 4 240 272 വരും 272 by എന്ത് കിട്ടും 25. So y equal to just ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ആൻസർ സിംപ്ലിഫൈ ചെയ്തോ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി y equal to -49/25 കിട്ടിയായിരുന്നോ ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക ആ കിട്ടുന്ന നമ്പറിനെ എന്ത് ചെയ്യണം ഒരു -147 ആണ് കിട്ടുന്നത് ഡിവൈഡഡ് ബൈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -49 കിട്ടും ബൈ 25 അത് ചെയ്തു നോക്കുക. സോ y കോർഡിനേറ്റ് കിട്ടി x കോർഡിനേറ്റ് കിട്ടി അതായത് ഈ രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിന്റെ x കോർഡിനേറ്റും y കോർഡിനേറ്റും കിട്ടി. Therefore foot of the perpendicular equal to നിർബന്ധമായിട്ട് എടുത്തണം x കോർഡിനേറ്റ് 68/25 y കോർഡിനേറ്റ് എന്തായിരുന്നു -49 by എന്താണ് 25 which is the foot of the perpendicular. foot of the perpendicular കാണാൻ വേറെയും വഴികളുണ്ട് ഈ പ്രോബ്ലത്തിൽ ഇതാണ് സിമ്പിൾ മെത്തേഡ്. ഓക്കേ നെക്സ്റ്റ് 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ 6 മാർക്സ് ക്വസ്റ്റ്യൻ അഗൈൻ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക കൺസിഡർ ദ ലൈൻസ് L1 2x plus y equal to 4 L2 2x minus y equal to 2. First part find angle between L1 and L2. Second part find equation of the line passing through the intersection of L1 and L2 which makes an angle 45 degree with the positive direction of x-axis. Third part find x and y intercept of the above line. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇതറിയാമെങ്കിൽ മാത്രമേ അടുത്ത ചെയ്യാൻ പറ്റൂ അതറിയാമെങ്കിൽ മാത്രമേ തേർഡ് പാർട്ട് ചെയ്യാൻ പറ്റൂ പരസ്പരം കണക്ട് ചെയ്ത് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ അഗൈൻ ആദ്യം നമുക്ക് എന്താണ് കാണേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ L1 ആൻഡ് L2 രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ആംഗിൾ കാണുന്ന ഫോർമുല ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് എന്താണ് tan theta equal to m2 minus m1 by 1 plus m1 m2 where m1 and m2 are the slopes of the given lines. So first of all we have to find slope of the lines. ആദ്യം slope of L1 നമുക്കറിയാം ax plus by plus c equal to 0 എന്ന ഫോർമുല ആണെങ്കിൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല -a/b കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തു. സോ മൈനസ് a എന്ന് പറഞ്ഞാൽ x ന്റെ കോഎഫിഷ്യന്റ് 2 ഡിവൈഡഡ് ബൈ y ന്റെ കോഎഫിഷ്യന്റ് 1 ഈക്വൽ ടു എന്ത് കിട്ടി -2. നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് ലൈൻ L2 സെക്കൻഡ് ലൈൻ അഗൈൻ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x 2 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y എന്താണ് -1 ഈക്വൽ ടു എന്ത് കിട്ടി +2 എന്ന് കിട്ടി. Now angle between the lines formula tan theta equal to എഴുതി കഴിഞ്ഞു. So tan theta equal to modulus of m2 minus m1 2 minus -2 that is 2 plus 2 divided by 1 plus m1 into m2 ഇത് into ഇത് എന്ത് കിട്ടും -4 that is equal to 4 by -3 എന്ന് കിട്ടി that is equal to എന്ത് എഴുതാം +4/3 താഴെ എഴുതാം. Therefore tan theta equal to എന്താണ് 4/3 which is the angle between these two lines. Tan theta equal to എന്താണ് 4/3. Very next second part find equation of the line passing through the intersection of L1 and L2 which makes an angle 45 degree with the positive direction of x-axis. നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ കാണണം ആ ലൈൻ എന്താണ് ഈ രണ്ട് ലൈനിന്റെയും ഇന്റർസെക്ഷനിൽ കൂടി കടന്നു പോകുന്നു ഈ രണ്ട് ലൈനിന്റെയും ഇന്റർസെക്ഷനിൽ കൂടി കടന്നു പോകുന്ന ഈ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന വേറൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കാണേണ്ടത് ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത് ഈ ലൈൻ നമുക്ക് കാണേണ്ട ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്താണ് 45 അതായത് നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല tan തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇവിടത്തെ ആംഗിൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് 45 ഡിഗ്രി സോ tan 45 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1 അതായത് നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് എന്താണ് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ട ലൈൻ എങ്ങനെ എഴുതാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടി പോകുന്ന വേറൊരു ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ് ഈസ് ഫസ്റ്റ് ലൈൻ പ്ലസ് എ കോൺസ്റ്റന്റ് k into സെക്കൻഡ് ലൈൻ ഈക്വൽ ടു 0 അതാണ് ഫോർമുല. എന്താണ് ഫോർമുല രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്ന വേറൊരു ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല ആദ്യത്തെ ലൈനിന്റെ ഇക്വേഷൻ പ്ലസ് k into രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ ഈക്വൽ ടു 0 അതാണ് എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ ഫസ്റ്റ് ലൈൻ 2x plus y minus 4 plus k into second line 2x minus y minus 2 equal to 0. Okay, next
ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കാണണം? കെയുടെ വാല്യൂ കണ്ടെത്തണം. അതാണ് ലക്ഷ്യം. കെയുടെ വാല്യൂ കിട്ടിയാൽ ഇക്വേഷൻ കിട്ടി. ഇതാണ് ആക്ച്വലി എന്ത് റിക്വയർഡ് ഇക്വേഷൻ കിട്ടി. പക്ഷെ എന്തറിയണം? ഈ കെയുടെ വാല്യൂ. അതിനുവേണ്ടിയാണ് ഈ സ്ലോപ്പ് എന്ന കണ്ടീഷൻ തന്നിട്ടുള്ളത്. അത് കിട്ടുന്നു. അതുപോലെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഈ ലൈനിന്റെ സ്ലോപ്പ് കാണണം. അതിനുവേണ്ടി എക്സിന്റെ ടേം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. നോക്കിക്കോ, ഇവിടെ 2x, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2kx. എക്സിന്റെ ടേം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് എന്ത് കിട്ടും? ഇവിടെ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 2 പ്ലസ് ഇവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2kx. എക്സ് പോയി കഴിഞ്ഞാൽ 2k. നെക്സ്റ്റ് വൈയുടെ ടേം ഇതുപോലെ ഗ്രൂപ്പ് ചെയ്യുക. ഇവിടെ വൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് 1. ഇവിടെ എന്ത് വരും? -ky. വൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ -k പ്ലസ് നെക്സ്റ്റ് കോൺസ്റ്റന്റ് ഇവിടെ എന്തുണ്ട്? -4. നെക്സ്റ്റ് ഇവിടെ എന്തുണ്ട്? -2k ഈക്വൽ ടു 0. ഇതിനെ ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. നൗ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ, സ്ലോപ്പ് ഈക്വൽ ടു ഈ ലൈനിന്റെ സ്ലോപ്പ് x y കോൺസ്റ്റന്റ്. സ്ലോപ്പ് കാണുന്ന ഫോർമുല മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ബൈ കോഎഫിഷ്യന്റ് ഓഫ് y മൈനസ് a ബൈ b. അതല്ലേ? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x എന്താണ്? 2 പ്ലസ് 2k ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y ദാറ്റ് ഈസ് 1 മൈനസ് k. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ ഈസ് ദിസ് വൺ. ആ സ്ലോപ്പ് തന്നെയാണ് എന്തെന്ന് തന്നിട്ടുള്ളത്? 1 എന്ന് തന്നിട്ടുള്ളത്. നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് 1 എന്ന് നേരത്തെ ഈ ആംഗിൾ വെച്ച് ഞാൻ പറഞ്ഞു. ആ കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? ഇപ്പോൾ ഇത് കിട്ടി. 2 ഒന്നല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2 -2k ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ വന്നിട്ട് 1 മൈനസ് k into 1 മൈനസ് k. മൈനസ് k ഇപ്പുറത്ത് കൊണ്ടോ -2k പ്ലസ് k ദാറ്റ് ഈസ് -k ഈക്വൽ ടു ഈ -2 അപ്പോൾ +2 1 + 2 എന്ത് കിട്ടി? 3. സോ k ഈക്വൽ ടു എന്ത് കിട്ടി? -3 എന്ന് കിട്ടി. സോ k യുടെ വാല്യൂ എന്താണ്? -3. ഈ k യുടെ വാല്യൂ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1. പണിയുണ്ട്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമ്പോൾ 2x + y നെക്സ്റ്റ് -4 പ്ലസ് k എന്ന് പറഞ്ഞാൽ -3. അപ്പൊ -3 into this one. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യട്ടോ. -3 into 2x -6x. നെക്സ്റ്റ് -3 into -y plus 3y. നെക്സ്റ്റ് -3 into -2 plus 6 equal to 0. ഇനി 2x -6x -4x plus y plus 3y plus 4y. അടുത്തത് കിട്ടും -4 + 6 ദാറ്റ് ഈസ് +2 ഈക്വൽ ടു 0. വേണമെങ്കിൽ ഒരു -2 കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ. അതായത് ഈ രണ്ട് ലൈന്റെയും ഇന്റർസെക്ഷനിൽ കൂടി കടന്നു പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇത്. നെക്സ്റ്റ് തേർഡ് പാർട്ട്, ഫൈൻഡ് x ആൻഡ് y ഇന്റർസെപ്റ്റ് ഓഫ് ദ എബോവ് ലൈൻ. അതായത് രണ്ടാമത്തെ പാർട്ടിൽ ഒരു ലൈൻ കിട്ടിയല്ലോ, ആ ലൈനിന്റെ x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും കാണുക. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ മൂന്നാമത്തെ പാർട്ടിന്റെ കാര്യം പോയി. അതാണ് ഈ ചാപ്റ്ററിന്റെ മൊത്തത്തിലുള്ള സവിശേഷത. എന്താണ്? ഇങ്ങനെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാധാരണ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് തന്നെ ഈ ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ കിട്ടിയ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? -4x + 4y + 2 = 0. ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നു. മൈനസ് ഞാൻ ഒരിക്കൽ ഇവിടെ ഇടാം. മൂന്നാമത്തെ പാർട്ട് ചെയ്യുന്നതിന് വേണ്ടി രണ്ടാമത്തെ പാർട്ടിൽ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? -4x + 4y = -2. +2 ആയിരുന്നു, അപ്പുറത്ത് പോയപ്പോൾ -2. എനിക്ക് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റണം. അപ്പൊ എന്താണ് ഇന്റർസെപ്റ്റ് ഫോം? x/a + y/b = 1. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. ഈ ഫോമിലാക്കിയാൽ എക്സിന്റെ താഴെ ഇരിക്കുന്ന ഇതിനെയാണ് x ഇന്റർസെപ്റ്റ്, വൈയുടെ താഴെ ഇരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? y ഇന്റർസെപ്റ്റ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ഈ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡ് മസ്റ്റ് ബി എന്താണ്? 1. ഇവിടെ എന്താണ്? -2. സോ ഡിവൈഡിംഗ് ബൈ -2. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഡിവൈഡഡ് ബൈ -2 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? +2x. ശരിയല്ലേ? നെക്സ്റ്റ് ഇവിടെ ഡിവൈഡിംഗ് ബൈ എന്താണ്? -2. -2 ആകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? -2y ഈക്വൽ ടു ഇവിടെ -2 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടി? 1. 2x - 2y = 1. ഇത് പോരാ, നമുക്ക് എന്ത് വേണം? x/a + y/b എന്ന ഫോമിൽ വേണം. ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് നോക്കിക്കോളുക. x/1/2 എന്ന് എഴുതിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? x/1/2 ഈ 2 മേളിൽ പോകുന്നതിന് തുല്യമാണ്. നെക്സ്റ്റ് പ്ലസ് y/-1/2 എന്ന് പറഞ്ഞാൽ ഈ 2 മേളിൽ പോകും, പ്ലസ് മൈനസ് ഉള്ള സെന്റർ ഈ -2y ഈക്വലന്റ് അല്ലേ? = 1. Now the equation in the form x/a
plus y by b equal to 1 where x intercept എന്ന് പറയുന്നതാണ് a. x intercept equal to എന്താണ് 1 by 2. So y intercept equal to y യുടെ താഴെ ഇരിക്കുന്നത് എന്താണ് minus 1 by 2. So എന്ത് കിട്ടി? x intercept 1 by 2, y intercept minus 1 by 2. ഇത്രയേ ഉള്ളൂ. Next question 2019 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Consider the unit circle and the line L which makes an angle 30 degree with the positive direction of x-axis. Then find first part equation of the line L. Second part write coordinates of A and B. Third part find equation of the tangent line to the circle at A. മൂന്ന് പാർട്ട് ഉണ്ട്, 1 by 1 ആയിട്ട് എടുക്കാം. First of all we have to find equation of the line L. ഈ ലൈനിന്റെ ഇക്വേഷൻ കാണണം. ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 30 ഡിഗ്രി. അപ്പൊ സ്ലോപ്പ് ഓഫ് L കാണാൻ വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ പാർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ലോപ്പ് ഓഫ് ദ ലൈൻ L കാണുക. സ്ലോപ്പ് ഓഫ് ദ ലൈൻ കാണുന്ന ഫോർമുല ആംഗിൾ തന്നിരുന്നാൽ എന്താണ്? tan theta is equal to tan theta. What is theta? 30 degree. എന്താണ് tan 30 degree? 1 by √3. Very simple. ഇനി നമുക്ക് എന്ത് കാണണം? ലൈനിന്റെ ഇക്വേഷൻ. ഇപ്പൊ എന്തറിയാം? ഈ ലൈനിന്റെ സ്ലോപ്പ് അറിയാം. ഒരുപാട് സാധ്യതകൾ ഉപയോഗിച്ച് ലൈനിന്റെ ഇക്വേഷൻ കാണാം. ഈ ലൈൻ ഇവിടെ കൂടെ പാസ് ചെയ്യുന്നു, ഒറിജിനൽ കൂടി. അപ്പൊ ഒരു പോയിന്റും സ്ലോപ്പും അറിയാമെന്നുള്ളതുകൊണ്ട് പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ ലൈൻ y ഇന്റർസെപ്റ്റ്, അതായത് y ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് 0 അല്ലേ? സോ y ഇന്റർസെപ്റ്റ് അറിയാം. y ഇന്റർസെപ്റ്റും സ്ലോപ്പും അറിയാമെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇക്വേഷൻ ഓഫ് L ഈസ് y equal to mx plus c എന്ന് വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ പോരെ. where y equal to m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്, that is 1 by √3x plus c. what is c? c എന്ന് പറഞ്ഞാൽ 0. y ഇന്റർസെപ്റ്റ്, ഈ ലൈൻ y ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് 0 അല്ലേ? സോ y ഇന്റർസെപ്റ്റ് 0. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് ലൈനിന്റെ ഇക്വേഷൻ കാണുക. സോ എനിക്ക് എന്ത് കിട്ടി? y equal to √3x. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ x equal to എന്ത് കിട്ടും? √3y എന്ന് കിട്ടും. x equal to എന്ത് കിട്ടി? √3y. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്. Write coordinates of the point A and B. ഈ എയും ബി ആക്ച്വലി എന്താണ്? ഈ ലൈൻ ഈ സർക്കിളുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. എന്താണ്? ഈ ലൈൻ ഈ സർക്കിളുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ ലൈൻ. അതാണ് കാണേണ്ടത്. സർക്കിളും ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കാണണമെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷനും ലൈനിന്റെ ഇക്വേഷനും തമ്മിൽ സോൾവ് ചെയ്താൽ മതി. ലൈനിന്റെ ഇക്വേഷൻ കിട്ടി, സർക്കിളിന്റെ ഇക്വേഷൻ കാണണം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, വെരി സിമ്പിൾ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്താണ്? ഇത് എന്തെന്ന് തന്നിട്ടുണ്ട്? ഒരു യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്താണ്? 1. യൂണിറ്റ് സർക്കിളിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. x² + y² = 1. റേഡിയസ് 1. സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിൻ ആണ്. യൂണിറ്റ് സർക്കിൾ 0 0 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ഫോർമുലയാണ്. സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന, അല്ലെ, സെന്റർ ഒറിജിൻ ആയിട്ടുള്ള, റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളിന്റെ, യൂണിറ്റ് സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? x² + y² = 1. ഒരുപാട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നെക്സ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? x equal to √3y. ഇവ തമ്മിൽ സോൾവ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ഇക്വേഷനിൽ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? √3y കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? എക്സിന്റെ പ്ലേസിൽ √3y. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ 3y² + y² = 1. That is 4y² = 1. y² = 1 by 4. That is y equal to ±1/2 എന്ന് കിട്ടും. Then x ന്റെ വാല്യൂ എന്താണ്? വെരി സിമ്പിൾ. y യുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ പോരെ. x equal to ± y യുടെ വാല്യൂ 1/2 √3/2 എന്ന് കിട്ടും. ശരിയല്ലേ? സർക്കിളും ലൈനും തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദിസ് ലൈൻ ആൻഡ് സർക്കിൾ, അതായത് a എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ കോർഡിനേറ്റ് a. അതെന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് x കോർഡിനേറ്റ് y കോർഡിനേറ്റ് പോസിറ്റീവ്. x കോർഡിനേറ്റ് പോസിറ്റീവ് എന്താണ്? √3/2, y കോർഡിനേറ്റ് ഇതിൽ പോസിറ്റീവ് ഏതാണ്? y കോർഡിനേറ്റ് +1/2. നെക്സ്റ്റ് b എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വരുന്ന പോയിന്റ്. ഇത് ഏതാണ്? തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ x കോർഡിനേറ്റും y കോർഡിനേറ്റും നെഗറ്റീവ്, രണ്ടും നെഗറ്റീവ്. x ആക്സിസിൽ എന്താണ്? -√3/2. y കോർഡിനേറ്റ് എന്താണ്? -1/2. So these are the points A and B. Next, third part. Find equation of the tangent line to the circle at A.
ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കാണണം. അപ്പോൾ ലൈനിന്റെ ഇക്വേഷൻ കാണണം. ഏത് ലൈൻ? ഈ ലൈനിന്റെ ഇക്വേഷൻ കാണണം. ശരിയല്ലേ? ഈ ഒറിജിനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1 അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? 1. കാരണം അത് റേഡിയസ് ആണ്, യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ റേഡിയസ് 1. അതായത് പി എന്ന് പറയുന്നത് 1. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ ലൈൻ 1 എന്ന് അറിയാം. നെക്സ്റ്റ് അല്ലെ, ഈ പെർപെൻഡിക്കുലർ ലൈൻ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. അതായത് ഒമേഗ ഈക്വൽ ടു 30 ഡിഗ്രി. നമ്മൾ കടന്നു വരുന്നത് എവിടേക്കാണ്? നോർമൽ ഫോം. പിയും ഒമേഗയും അറിയാമെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. നോർമൽ ഫോം അറിയണം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എക്സ് ഇൻറ്റു കോസ് ഒമേഗ 30 ഡിഗ്രി പ്ലസ് വൈ ഇൻറ്റു സൈൻ ഒമേഗ 30 ഡിഗ്രി ഈക്വൽ ടു പി. എന്താണ്? 1. പി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഹിയർ റേഡിയസ് ആണ്, ദാറ്റ് ഈസ് 1 യൂണിറ്റ് സർക്കിൾ. അതാണ് റീസൺ. എക്സ് ഇൻറ്റു വാല്യൂസ് കൊടുക്കുക. കോസ് 30യുടെ വാല്യൂ √3/2 പ്ലസ് വൈ ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ 1/2 ഈക്വൽ ടു 1. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടി? √3x പ്ലസ് ഇവിടെ 2 മറ്റേ 2 പോയി y ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ശരിയല്ലേ? വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. 2020 മാർച്ച്, 2019 ഇംപ്രൂവ്മെന്റ് എക്സാം, 2019 മാർച്ച് ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഈ ചാപ്റ്ററിൽ ചോദിച്ച പ്രോബ്ലംസും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 10 മാർക്കിനാണ് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6 മാർക്സ് ആണ്. തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള 6 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഡേ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.